അപ്പോൾ ഫിർഔന്റെ ചോദ്യം എങ്ങനെയാണ് വരേണ്ടത്? മൻ റബ്ബുക്കും എന്നുള്ള ചോദ്യമല്ലേ പിന്നെ ചോദ്യം വരേണ്ടത്. ഈ പ്രതികരണത്തിന് റബ്ബുനല്ലദീ അഅതാ കുല്ല ഷൈഇൻ ഖൽഖഹു എന്നുള്ളതിന് ചോദ്യം പിന്നെ പ്രതികരണം എന്താ? ഏതുമായി ബന്ധപ്പെട്ട പ്രതികരണം എന്ത്? ഈ പറഞ്ഞതുമായിട്ടാണ് അല്ലേ? ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതികരണം വേണ്ടത്. റബ്ബുനല്ലദീ അഅതാ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദാ എന്ന് തൻ്റെ ചോദ്യത്തിന് മറുപടി വന്നപ്പോൾ പിന്നെ ചോദ്യം വരേണ്ടത് ഇതിനോട് ബന്ധപ്പെടുത്തിയാണ്. പക്ഷേ അതിന് മൂപ്പര് ഉത്തരം മുട്ടി. അപ്പോഴാണ് ചോദ്യം ഫമാ ബാലുൽ ഖുറൂനിൽ ഊല. ഫമാ ബാലുൽ ഖുറൂനിൽ ഊല. എന്താ ഖുറൂനുൽ ഊല? അൽ ഊല എന്നാ ആദികാല ഖുറൂൻ, തലമുറകൾ, ആദികാല തലമുറകൾ. മാ ബാൽ, എന്താ ബാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഫിക്കറിനാണ് പറയുക. ഫിക്കർ, ചിന്ത. പക്ഷെ അത് ഇവിടെ ഹാൽ എന്ന അർത്ഥത്തിലാണ്. ഹാൽ എന്നുള്ളത് ഉദ്ദേശാർത്ഥമാണ്. അതിൻ്റെ പദാർത്ഥം എന്നാണ് ബാൽ എന്ന് പറഞ്ഞാൽ. ബാൽ മനുഷ്യന്മാരുടെ ഫിക്കറിനാണ് പറയുക, ചിന്തക്ക്. ലൈസ ഫീ ബാലി, എൻ്റെ ബാലില്ല എന്ന് പറയും. ബാലി മഷ്ഗൂൽ, എൻ്റെ ബാല് മഷ്ഗൂലാണെന്നാണ്. എന്താ? എൻ്റെ ചിന്ത ബിസിയാണ്, മഷ്ഗൂലാന്നാണ്. ബാൽ എന്ന് പറഞ്ഞാൽ ശരിക്കും ഫിക്കറിനാണ് പറയുക. പക്ഷേ അതെന്ത് ചെയ്തു? പിന്നെ ഹാലിന് പ്രയോഗിക്കപ്പെട്ടു. അതുകൊണ്ട് പിന്നെ ഇവിടെ ഫമാ ബാലുൽ ഖുറൂനിൽ ഊല എന്ന് പറഞ്ഞാൽ ഫമാ ഹാലുൽ ഖുറൂനിൽ ഊല. ഹദീസിൽ കാണാം, അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ഇമാം അഹ്മദ് നിവേദനം ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ട ഒരു കാഴ്ചയെക്കുറിച്ച് പറയാണ്. ഫഇദാ നിസാഉൻ തഹ്ദിഷു സുദിയഹുന്നൽ ഹയ്യാത്ത്. ഒരു വിഭാഗം സ്ത്രീകൾ അവരുടെ സ്തനങ്ങൾ സർപ്പങ്ങൾ കൊത്തുന്നു എന്നാണ്. സർപ്പങ്ങൾ കൊത്തുന്നു. അല്ലാഹു കാക്കട്ടെ. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കാണ്, മാ ബാലുഹാ ഉലായ്, ഈ സ്ത്രീകളുടെ ഹാൽ, അവസ്ഥ എന്താണ്? അപ്പോൾ പറയാണ്, കുന്ന യംനഅന ഔലാദഹുന്ന അൽബാനഹുൻ. ആ സ്ത്രീകൾ അവരുടെ മക്കൾക്ക് പാലുകൾ തടഞ്ഞിരുന്ന, പാല് കൊടുക്കാതെ, കുട്ടികൾക്ക് പാല് കൊടുക്കാതിരുന്ന സ്ത്രീകളാണ് അവർ എന്ന് പറയുന്നത്. ഇവിടെ മാ ബാലുഹ ഉലായി എന്നാണ് സംബന്ധിച്ചത് ബാൽ. അതേപോലെ ഒരു ഹദീസിൽ ഇന്ന ഹലാക ഉമ്മത്തി ബിൽ കിതാബി വല്ലബൻ എന്ന് പറയുന്നുണ്ട്. എൻ്റെ ഉമ്മത്തിൻ്റെ ഹലാക്ക് കിതാബ് കൊണ്ടും ലബന് കൊണ്ടുമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാ ബാലുൽ കിതാബ് എന്ന് ചോദിക്കുന്നുണ്ട് സഹാബത്ത്. കിതാബിൻ്റെ ബാൽ കാര്യം അല്ലെങ്കിൽ അവസ്ഥ എന്ന്. അതുപോലെ ഒമാ ബാലുൽ ലബൻ എന്ന് ചോദിക്കുന്നുണ്ട്. ലബനിൻ്റെ അവസ്ഥ, അതിലാണ് നാശം എന്ന് പറയുന്നത്. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, കിതാബിൻ്റെ കാര്യം അതിലാണ് നാശം എന്ന് പറയുന്നത്. കിതാബ് മുനാഫിക്ക് പഠിക്കും, കപട വിശ്വാസി കിതാബ് പഠിക്കും. കിതാബ് എന്ന് പറഞ്ഞാൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ പഠിക്കും. എന്നിട്ട് അള്ളാഹു അവതരിപ്പിച്ചതല്ലാത്ത വ്യാഖ്യാനം അതിന് നൽകും. എന്നിട്ട് മോമിനീങ്ങളോട് അതുകൊണ്ട് തർക്കിക്കുകയും ചെയ്യും. മോമിനീങ്ങളോട് തർക്കിക്കും. അപ്പോൾ അള്ളാഹു അവതരിപ്പിച്ചതല്ലാത്ത നിലക്ക് ഖുർആനെ വ്യാഖ്യാനിച്ചിട്ട് തർക്കിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ അവനും പേച്ചു, ബാക്കിയുള്ളവരെ പേപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് കിതാബ് കൊണ്ട് നാശം വരുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിക്കാണ് ഫമാ ബാലുൽ ലബൻ, ലബനിൻ്റെ വിഷയം എന്താണെന്ന് ചോദിക്കാണ്. അപ്പോൾ ഖൗമു യുഹിബ്ബൂന ലബൻ, ഒരു വിഭാഗം ആളുകൾ ലബനെ ഇഷ്ടപ്പെടും. ലബനെ ഇഷ്ടപ്പെടുമ്പോൾ അവരെവിടേക്ക് പോകും? റീഫിലേക്ക് പോകും. ലബൻ എവിടെ ഉണ്ടാകുക? കുഗ്രാമങ്ങളിൽ. ഫയത്രുകൂനൽ ജമാഅത്ത് വയദഊനൽ ജുമുഅ, അതോടുകൂടിയിട്ട് അവർ ജമാഅത്തുകളെ ഒഴിവാക്കും, ജുമുഅയും ഒഴിവാക്കും എന്ന് പറയാം. ഈ പിന്നെ ഗ്രാമീണ ജീവിതം കൊതിച്ച് ജമാഅത്തുകൾ ഒഴിവാക്കി ജുമുഅ ഒഴിവാക്കിയിട്ടുള്ള ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾ താല്പര്യം കാണിക്കും. അതിന് കാരണം എന്താണ്? അവർ ലബൻ അങ്ങനെ പറയുന്നുണ്ട്. അവിടെ ആ ഹദീസിൽ മാ ബാലുൽ കിതാബ് വമാ ബാലുൽ ലബൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രയോഗിച്ചേക്കാണ്. പിന്നെ രണ്ടാളുകൾ ആയുധം എടുത്തിട്ടുണ്ടെങ്കിൽ ഖാത്തിലു വൽ മഖ്തൂലു ഫിന്നാർ എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ചോദിക്കണ്ടല്ലോ ഫമാ ബാലുൽ മഖ്തൂൽ. അതേപോലെ പിന്നെ അങ്ങനെ പല ഹദീസുകളിലും പ്രയോഗം കാണാം. ഇവിടെ അതേപോലെ ഫമാ ബാലുൽ ഖുറൂനിൽ ഊല, അൽ ഖുറൂനുൽ ഊലയുടെ ബാൽ എന്താണ് ചോദിക്കണം, അവസ്ഥ എന്താണ്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ അതിൻ്റെ ഉദ്ദേശാർത്ഥമായിട്ട് കാര്യം എന്താണ് എന്ന് പറഞ്ഞാലും വിഷയമല്ല. ബാൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അടിസ്ഥാനപരമായിട്ട് അത് ഫിക്കറിനെയാണ് അത് അറിയിക്കുന്നത്.